അപ്പോഴും കട്ടയ്ക്ക് നിന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് ജോൺ ബ്രിട്ടാസ് എന്നാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം പിന്നീട് ഇപ്പോൾ MP ആണ്, CPM-ൻ്റെ രാജ്യസഭ MP ആണ്. അദ്ദേഹം നിന്നൊരു നിപ്പുണ്ട്. ആ പറയുന്ന പോലീസുകാർക്കെതിരെ ഘോരം വാദിച്ചുകൊണ്ട് അവർ ഇതിൻ്റെ പുറത്താണ് ഐഷ ഘോഷിയെ അറസ്റ്റ് ചെയ്യുന്നത്, ആ അറസ്റ്റ് തടയാൻ അക്ഷരാർത്ഥത്തിൽ ചങ്കുറപ്പോടുകൂടി മുന്നിൽ നിന്ന ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാം, ആ നേതാവിൻ്റെ പേര് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്ന് തന്നെയാണ്. അപ്പോൾ അത്രയ്ക്ക് ചങ്കുറപ്പോടുകൂടി നിന്നു. അപ്പോൾ അതിനുശേഷമാണ് കോടതി പിന്നീട് അറസ്റ്റിന് സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒരു നടപടികളിലേക്കുമൊക്കെ പോയത് എന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ തന്നെയും നമ്മൾ നോക്കിക്കോളൂ, ഈ ജെൻസി സമരം നമുക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം വിനായകൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര താരം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, അതായത് ജോൺ ബ്രിട്ടാസിൻ്റെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതി വെക്കുക എന്താണ്, യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ പണിയെടുത്ത് കുടുംബം നോക്കട എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് നമ്മുടെ വിനായകൻ ചെയ്തിരിക്കുന്നത്. പണിയെടുത്ത് കുടുംബം തന്നെ പോറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം വിനായകൻ അറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് വേണ്ടി മാത്രം പണിയെടുത്താൽ പോരാ, ഇവിടുത്തെ നാട്ടിൽ അനീതിക്കെതിരായി സമരം ചെയ്യുന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ഈ പറയുന്ന ഒരു ജനനേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണെന്നേ. അത് അദ്ദേഹം ചെയ്തു. എപ്പോഴെങ്കിലും ഒരർത്ഥത്തിൽ എപ്പോഴെങ്കിലും ഈ ജെൻസി കുട്ടികൾ, ഈ CJP കുട്ടികൾ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ഞങ്ങളുടെ സമരത്തെ ഇവർ ഹൈജാക്ക് ചെയ്തു എന്ന്? അതായത് ഇടതുപക്ഷം ഹൈജാക്ക് ചെയ്തു എന്ന് എപ്പോഴെങ്കിലും ഒരു കുട്ടിയെങ്കിലും പറഞ്ഞിരുന്നോ?